ഇന്ന് ഒരു ചില്ലി ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. വരൂ. ഇതാ 1/2 കിലോ ചിക്കൻ എല്ലില്ലാതെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പീസായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് ഇങ്ങനെ എടുത്ത് 1/2 കിലോ ചിക്കൻ, മുളക് പൊടി, മൈദാപ്പൊടി, കോൺഫ്ലവർ, മല്ലി, മഞ്ഞ, ചിക്കൻ മസാല, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന്, പിന്നെ ഒരു മുട്ട. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചിക്കനിലേക്ക് ഈ മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. ഒരു മുട്ട ഒഴിക്കണം. 2 സ്പൂൺ, ചെറിയ സ്പൂണാണ്, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ കണക്കാക്കി ഇഞ്ചി പേസ്റ്റ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലവർ പൊടി 1, 2, മൈദാപ്പൊടി 1 സ്പൂൺ. ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചില്ലി ചിക്കന് ആവശ്യമായിട്ടുള്ളത്. ഇത് പാചകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. വരൂ. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കണം. ഇതിനെ നമുക്ക് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇത് വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പാമായിലോ, പിന്നെ ചിലർക്ക് പാമായിലായിരിക്കും ഇഷ്ടം, പാമായിലോ വേറെ എന്തെങ്കിലും എണ്ണയിലോ അതിൽ വേണമെങ്കിലും വറുത്തെടുക്കാം. പക്ഷേ ഏറ്റവും ടേസ്റ്റി വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നത് തന്നെയാണ്. ഇത് നമ്മൾ ഓരോ പീസായിട്ടിട്ട് അങ്ങനെ എല്ലാം വറുത്ത് കോരാം. വറുത്ത് കോരിയിട്ട് 2 ക്യാപ്സിക്കം ഇതുപോലെ പീസായിട്ട് ഇതുപോലെ ഇതിനെ കട്ട് ചെയ്യണം. 2 സവാള ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഇതളായിട്ട് ഇങ്ങനെ അടർത്തി ഓരോ പീസാക്കി ഇങ്ങനെ അടർത്തി എടുത്തത് അത് 2 എണ്ണം. എന്നിട്ട് വെളുത്തുള്ളി അല്ലി, ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് 1 സ്പൂൺ വേണം, വിനാഗിരി, തക്കാളി സോസ്, സോയാ സോസ്, മൈദ കലക്കിയത്, 1 സ്പൂണ് 1/4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയെടുക്കണം. ഇത് കോൺഫ്ലവർ, ഇത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ കലക്കി റെഡിയാക്കി വെക്കണം. നമ്മൾ എണ്ണ മാറ്റണം. കുറേ എണ്ണ മാറ്റിയിട്ട് ഒരു 2 സ്പൂൺ, വലിയ സ്പൂണിൽ 2 സ്പൂൺ എണ്ണ കണക്കാക്കി വെക്കണം. ഇതിൽ വെച്ച് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി, ചെറുതായിട്ടൊന്ന് വാടാൻ വേണ്ടി കൊടുക്കണം. സമയം ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ ഉള്ളി അരിയണം. ഉള്ളിയെല്ലാം നിരായിട്ട് ഇളക്കി വെക്കണം. അതിനെല്ലാം റെഡിയാക്കി വെക്കണം. ചിക്കൻ വേവിച്ച് വറുത്തെടുക്കുന്ന സമയത്തിന് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. ഇതൊന്ന് ചെറുതായിട്ട് വാടണം. നന്നായിട്ട് പൊരിയണ്ട, ചെറിയ രീതിയിലൊന്ന് വാടിയാൽ മതി. ചെറുതായിട്ട് വാടാനേ പാടുള്ളൂ, മൂക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് വാടണം. അതിന് ശേഷം ചെറുതായിട്ടൊന്ന് വാടി അതിന് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. ക്യാപ്സിക്കം വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചുകൂടെ ചെറുതാക്കാം നിങ്ങൾക്ക്. ഞാൻ ഇത്ര ആക്കിയാണ് എടുത്തത്. വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറിയ പീസുകളാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ക്യാപ്സിക്കം അതും കൂടെ 2 കൂടെ മിക്സ് ചെയ്ത് അതും ചെറുതായിട്ടൊന്ന് വാടുന്നതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഫുൾ തീ വയ്ക്കണം. ഫുൾ തീയിലാണ് ചെയ്യേണ്ടത്. ലോ ആക്കാൻ പാടില്ല. തീ ഹൈയിൽ തന്നെ കിടക്കണം. പാടി
രണ്ടും ചെറുതായിട്ട് വാടി മൂക്കണ്ട. വാടിയതിന് ശേഷം നമ്മൾ കുരുമുളക് ആഡ് ചെയ്യണം. 1 സ്പൂൺ കുരുമുളക്. ഇത് നമ്മൾ വേറെ മുളകൊന്നും ചേർക്കുന്നില്ല. എരിക്ക് 1 സ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മൈദാവ്. നമ്മൾ കലക്കി വെച്ചിട്ട് മൈദാമാവ്, ആ മൈദാമാവ് ഇതിലോട്ട് ആഡ് ചെയ്യണം. തീ കയ്യിൽ തന്നെ ഇരിക്കണം കേട്ടോ. തീ കുറയ്ക്കാൻ പാടില്ല. തീ കുറച്ച് കഴിഞ്ഞാൽ അത് വെന്ത് വല്ലാത്തൊരു പരുവത്തിലാവും. കോൺഫ്ലവർ കലക്കി വെച്ചിരുന്നല്ലോ, അത് ആഡ് ചെയ്യണം. രണ്ട് വലിയ സ്പൂൺ സോയാ സോസാണ്. 2 സ്പൂൺ തക്കാളി സോസ്. 2 3 ആവാം കേട്ടോ. 3 സ്പൂൺ ഒഴിക്കും. 2 സ്പൂൺ വിനാഗിരി. 2 സ്പൂൺ വിനാഗിരി. ആവശ്യത്തിന് ഉപ്പിടാൻ. ഉപ്പാണ് 1 സ്പൂൺ ഉപ്പ്. ഇനി നമ്മൾ ഈ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് ഇളക്കി നമ്മൾ ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വയ്ക്കണം. അപ്പോൾ കുറച്ച് കൂടെ വേണം. പച്ചക്കൊത്തുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. ഹായ്, റെഡി. ചില്ലി ചിക്കൻ അങ്ങനെ പാകമായി വന്നു. ഇനി നമ്മൾക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഈ കറി ചപ്പാത്തിയോ അപ്പോ ദോശയോ ചോറോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഞാനൊന്ന് ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഒരു പീസ് എടുത്തിട്ടുള്ളതാ. ചൂട്. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി. അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. അതുവരെ ബൈ.